നോമ്പുകാലം ഒന്നാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ഓരോരുത്തരുടെയും ദൈവ ഐക്യത്തിന്റെ പ്രതിഫലനമാണ് പ്രാർത്ഥന. ഓരോരുത്തരുടെയും പ്രാർത്ഥന അതിനാൽ വ്യത്യസ്തപ്പെട്ടിരിക്കും. ഭാഷാശുദ്ധിയേക്കാൾ ആന്തരിക മനോഭാവമാണ് പ്രാർത്ഥനയുടെ മുഖ്യ അംശം. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. സ്വയം നീതിമാനെന്ന് അഹങ്കരിക്കുകയും തന്നിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവനായിരുന്നു ഫരിസേയൻ. എന്നാൽ താൻ വലിയ പാപിയാണെന്ന ഏറ്റുപറച്ചിലോടെ കണ്ണുകൾ ഉയർത്തുവാൻ പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരന്റെ ആന്തരിക മനോഭാവമാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ചൈതന്യം. സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തു നിന്ന് ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന യേശു തന്നെ മനുഷ്യനെ പഠിപ്പിച്ച പ്രാർത്ഥന. നാം ഓരോ ദിവസവും പല ആവർത്തി ചൊല്ലുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ് ഇന്നത്തെ ചിന്താ വിഷയം. ദൈവം മനുഷ്യന് നൽകിയ വലിയൊരു വരദാനമാണ് ഈ പ്രാർത്ഥന. യേശുവിന്റെ മനുഷ്യാവതാര രഹസ്യമാണ് ഒന്നാം ഭാഗം. ഭൂമിയിൽ ദൈവരാജ്യം സുസ്ഥാപിതമാകണം. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്ന ഒരു ജനവിഭാഗം ഉൾക്കൊള്ളുന്ന രാജ്യം. ദൈവത്തിൽ പരിപൂർണ ആശ്രയം വയ്ക്കുന്ന ആ രാജ്യത്തിൽ യാതൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുന്നവർക്ക് ദൈവം എല്ലാം സാധ്യമാക്കി കൊടുക്കും. പരസ്പര സ്നേഹമാണ് ആ രാജ്യത്തിലെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ അവനെ ലോകരാജ്യത്തിലേക്ക് വീണ്ടും വീഴ്ത്തുവാൻ പ്രലോഭനവുമായി വരുന്നവന്റെ പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കാൻ എപ്പോഴും ഉണർവുള്ളവനായിരിക്കുകയും ദൈവകാരുണ്യത്തിനായി സദാ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുകയും വേണം.